ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള, നല്ല സിമ്പിൾ ആയിട്ടുള്ള, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല അടിപൊളി പലഹാരമാണിത്. ഈ പലഹാരത്തിൻ്റെ മുട്ട തയ്യാറാക്കിയെടുക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്ന് കഴിക്കാനാണെങ്കിലും പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൈദപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കടലമാവിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, 1.25 സ്പൂൺ അളവിൽ മുളക് പൊടി. മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ. ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. അതുകൂടി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആദ്യം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ അല്ലേന്ന്. ഇപ്പോൾ ഇതിലേക്ക് വീണ്ടും വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പരുവം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ള വെള്ളം 1.25 കപ്പ് അളവിലുള്ള വെള്ളമാണ്. നമ്മുടെ ഈ ഒരു 1/2 കപ്പ് അളവിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ കണക്ക് പറയുന്നത്. ഇത് കറക്റ്റാണ്. ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റായിട്ടിരിക്കരുത്, കുറച്ച് ഇതുപോലെ ലൂസായിട്ടിരിക്കണം. നല്ലൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.25 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്നുകൂടി കുഴഞ്ഞ് കിട്ടാനുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് മുട്ടയിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് വേണം. അതുപോലെ എണ്ണയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. വെള്ളത്തിൽ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഓരോ മുട്ടകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ മസാല ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ തന്നെ എല്ലാ മുട്ടയും എടുത്ത് ഈ ഒരു മസാലയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയിൽ ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് ചുട്ടെടുക്കണം. ഇനി ഈ മുട്ടയിൽ ഈ മസാല എല്ലാം പിടിക്കാനായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. മുട്ട നമുക്കൊരു ഫോർക്ക് സ്പൂണിൽ കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലെയിം ഓണാക്കിയിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ചൂട് തട്ടി വേവിക്കുക എന്നുള്ളതാണ്. ഈ മസാല ഡ്രൈ ആയിട്ട് ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ വെന്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു മുട്ട ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു 6 മുട്ടയും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു മുട്ടയുടെ സ്കിന്നും കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ ഒരു മുട്ട നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഈ മുട്ട ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഒരെണ്ണം ഇതേ രീതിയിൽ നല്ല ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ മുട്ട കയ്യിലെടുത്തിട്ട് ഇതുപോലെ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും ഇതേ രീതിയിൽ തന്നെ മാവ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് ബോൾസാക്കി എടുക്കാം. കൈ നനഞ്ഞു വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ എല്ലാ മുട്ടയും ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇതൊരു ചെറിയ കടായിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 3 ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ ഒരു 3 ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തത് ഒന്ന് തിരിച്ചിടാനായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകം പുറമൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം ഭാഗം ഇരിക്കുന്നത്, അകംഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള അകത്തുള്ള മുട്ട നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.